പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന ഒരു പ്രതീതിയാണ് ഇന്നത്തെ സർക്കാർ ഹോസ്പിറ്റലിൽ ഒരു പാവപ്പെട്ടവർ പോയിട്ട് വരുന്നത്. പർപ്പസ്ഫുള്ളി നമ്മളെടുത്തൊരു വേർതിരിവ് കാണിക്കുന്നു. എന്നിട്ട് ഇക്വാളിറ്റി ബിഫോർ ലോ ആ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്നാണ്. 6 വെള്ളത്തിൽ കഴുകി വണ്ടിനെ കളഞ്ഞാലേ നമുക്ക് വേവിച്ച് തിന്നാൻ പറ്റുള്ളൂ. ഇന്ന് 5 വീടുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു വീട്ടിലെ രോഗി ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരിക്കും. ഞങ്ങളെ വഞ്ചന ഭരണം, പീഡന ഭരണം, കൊള്ളയടി ഭരണമാണ്. അതായത് നമ്മുടെ കേരള സംസ്ഥാനത്തിൽ MLA ഇലക്ഷൻ ആയാലും പാർലമെൻറ്റ് ഇലക്ഷൻ ആയാലും ഞാൻ കണ്ടിട്ടുള്ള കാര്യം, ഒരു 4 കാൻഡിഡേറ്റുകളാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി അല്ലാതെ പാർട്ടി ചിഹ്നത്തിലേക്ക് മത്സരിക്കുന്നത്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കോൺഗ്രസ് പാർട്ടി, BJP പാർട്ടി ആൻഡ് BSP പാർട്ടി. നമ്മൾ ഈ കേരള സംസ്ഥാനത്തിൽ നമുക്കെല്ലാം, ഞാൻ ചാനലിൻ്റെ പേരെടുത്ത് വരുന്നില്ല, മുൻനിരയിൽ നിൽക്കുന്ന എല്ലാ ചാനലുകളും കാൻഡിഡേറ്റിനെ ഒരു ചർച്ചയ്ക്കൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഇവർ 3 പാർട്ടിയുടെ കാൻഡിഡേറ്റിനെ മാത്രം ക്ഷണിക്കാറുള്ളൂ, അവരെ മാത്രമേ ആ ചർച്ചയിൽ ഉൾപ്പെടുത്താറുള്ളൂ. നമ്മുടെ പാർട്ടി എന്ന് പറയുന്ന BSP പാർട്ടിയുടെ ഒരു കാൻഡിഡേറ്റിനെയും അവർ ഒരു കാൻഡിഡേറ്റായിട്ട് പോലും കാണുന്നില്ല, ഒരു ചാനൽ ചർച്ചയിലും വിളിക്കുന്നില്ല. ഞങ്ങളും ഒരു നാഷണലിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന കാൻഡിഡേറ്റാണ്. പക്ഷേ ഞങ്ങളുടെ അടുത്ത് അവർ പർപ്പസ്ഫുള്ളി നമ്മളെടുത്തൊരു വേർതിരിവ് കാണിക്കുന്നു. എന്നിട്ട് ഇക്വാളിറ്റി ബിഫോർ ലോ ആ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ അസമത്വം ഈ ഇലക്ഷനിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അസമത്വം കാണിക്കുന്നുണ്ട്, ഞങ്ങളത് അനുഭവിക്കുന്നുമുണ്ട്. അപ്പം ഈ വർഷത്തെ പാർലമെൻറ്റ് ഇലക്ഷനിലെ സമയത്തെങ്കിലും നമ്മുടെ 4 പാർട്ടിയുടെ 4 കാൻഡിഡേറ്റ് വളരെ ശക്തമായിട്ട് മത്സരിക്കുമ്പോൾ അത് എന്തുകൊണ്ട് 3 പാർട്ടിയുടെ കാൻഡിഡേറ്റിനെ മാത്രം ക്ഷണിക്കുകയും ഒരു പാർട്ടിയുടെ കാൻഡിഡേറ്റിനെ ക്ഷണിക്കാതിരിക്കുകയും പർപ്പസ്ഫുള്ളി ഞങ്ങളെ ഒഴിവാക്കി, ഞങ്ങൾ ഇലക്ഷനിലെ എല്ലാ റൂൾസ് ആൻഡ് കണ്ടീഷൻസും മറ്റ് പാർട്ടിയിലുള്ള കാൻഡിഡേറ്റ് ഒബേ ചെയ്യും പോലെ എല്ലാ റൂൾസ് ആൻഡ് കണ്ടീഷൻസും ഞങ്ങളും ഒബേ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇലക്ഷനെ നേരിടുന്നത്. പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ഞങ്ങളെ മാത്രം ഈ ഒരു വേർതിരിവ് ഞങ്ങളോട് കാണിക്കുന്നു, ഞങ്ങളെ ഉൾപ്പെടുത്തുന്നില്ല, ഞങ്ങളെ ഒരു പാർട്ടിയായിട്ട് അംഗീകരിക്കുന്നില്ല, കാൻഡിഡേറ്റായിട്ട് അംഗീകരിക്കുന്നില്ല, ഇലക്ഷനിൽ നമ്മൾ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഒരു ചർച്ചയിൽ പോലും. അതായത് ഞാനിപ്പോൾ മത്സരിക്കുന്നത് ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിലെ BSPയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. ഉണ്ട്. കഴിഞ്ഞ MLA ഇലക്ഷൻ വന്ന സമയത്തും ഞങ്ങളുടെ BSP പാർട്ടിയിൽ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ആളാണ് മത്സരിച്ചിരുന്നത്. ഞങ്ങളുടെ BSP പാർട്ടിയുടെ ഒരു കാൻഡിഡേറ്റിനെ ഒരു ചർച്ചയിലും വിളിച്ചിട്ടില്ല. ഞങ്ങളുടെ പാർട്ടി മത്സരിക്കുന്ന വിവരം പോലും ഒരു വാർത്തയിൽ കൂടെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പർപ്പസ്ഫുള്ളി BSP എന്ന് പറയുന്ന ആ ഒരു വേർഡ് പോലും അവർ ഉച്ചരിക്കാൻ മടിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ കോമൺ ആയിട്ട് ഒരു വേർതിരിവ് നമ്മളെടുത്ത് കാണിക്കുന്നത്? BSP എന്ന് പറയുന്ന ഒരു നാഷണലിസ്റ്റ് പാർട്ടിയോട് ഈ പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അതിൽ വിശ്വാസമർപ്പിച്ച് നിൽക്കുന്ന ഒരുപാട് കാൻഡിഡേറ്റുമാരും ഉണ്ട്, ഒരുപാട് വോട്ടർമാരും ഉണ്ട്. പക്ഷേ ചാനലുകൾ പർപ്പസ്ഫുള്ളി ഞങ്ങളിങ്ങനെ വേർതിരിച്ച് കാണുന്നത് അതൊരു അസമത്വം തന്നെയാണ്. അതിന് ഒരു ഇക്വാളിറ്റി എന്ന് പറയാനേ നമുക്ക് പറ്റത്തില്ല. ഉണ്ടായിരുന്നു. ഓരോ പ്രാവശ്യം ഇലക്ഷൻ വരുമ്പോഴും ഞാൻ ഓരോ മുൻനിര ചാനലുകളെയും ഞാൻ അവരുടെ കോൺടാക്റ്റ് നമ്പറിൽ വിളിക്കാറുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് BSPയുടെ കാൻഡിഡേറ്റിനെ മാത്രം ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ള ചോദ്യം ഞാൻ അവരോട് ഡയറക്റ്റ് തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അവരതിനൊരു വ്യക്തമായ മറുപടി പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയും പിന്നെ ഞങ്ങൾ അതിൽ ഉൾപ്പെടുത്താറുമില്ല, വിളിക്കാറുമില്ല, പിന്നീട് ഒരു എൻക്വയറി വരാറുമില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു, ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. ഞാൻ ഈ പാർലമെൻറ്റ് ഇലക്ഷന് പോലും ഞാൻ ഒരു 2-3 ചാനലുകാരെ വിളിച്ചിട്ട് ഇപ്രാവശ്യത്തെ ഇലക്ഷനിലെങ്കിലും ഈ എല്ലാ കാൻഡിഡേറ്റുകളെയും ഉൾപ്പെടുത്തുന്ന കൂട്ടത്തിൽ 4 കാൻഡിഡേറ്റാണ് ഇവിടെ മത്സരിക്കുന്നത് പാർട്ടി ചിഹ്നത്തിൽ. BSP എന്ന് പറയുന്ന പോലത്തെ ഞങ്ങളുടെ ഒരു പാർട്ടിയിൽ ഈ കാണിക്കുന്ന അവജ്ഞയും വേർതിരിവും നിങ്ങൾ ചാനലുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുത്, ഈ ഒരു വർഷവുമെങ്കിലും അത്തരത്തിൽ ഉണ്ടാവരുത് എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ തിരിച്ചവിടെ നിന്ന് ഒരു നമ്പറൊക്കെ എഴുതി എടുത്തുവെങ്കിലും ഒരു ചാനലുകാരും തിരിച്ച് ബന്ധപ്പെട്ടുകയോ വിളിക്കുകയോ ചെയ്തിട്ടില്ല. ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം നന്നായിട്ടുണ്ടായിരുന്നു. ആരും പാർട്ടിയുടെ 3 പാർട്ടിയെ മാത്രമാണ് വാർത്തയിലെല്ലാം റിപ്പോർട്ട് ചെയ്തത്. BSPയുടെ കാൻഡിഡേറ്റുകൾ മത്സരിച്ച കാര്യമോ യാതൊന്നും തന്നെ ഒരു മുൻനിരയിൽ നിൽക്കുന്ന ഒരു ചാനലുകളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ജനങ്ങൾ അറിയുക, ഇവിടെ 3 പാർട്ടിയല്ല മത്സരിക്കുന്നത്, ഇവിടെ 4 കാൻഡിഡേറ്റുമാണ് മത്സരിക്കുന്നത്. പിന്നെ വരുന്നതാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ. ഞങ്ങളുടെ നിയോജക മണ്ഡലം എന്ന് പറഞ്ഞാൽ MLA ഇലക്ഷൻ വരുമ്പോൾ അരുവിക്കര മണ്ഡലവും പാർലമെൻറ്റ് ഇലക്ഷൻ വരുമ്പോൾ ആറ്റിങ്ങലുമാണ്. ഇവിടെ ഈ വർഷം ഞാൻ ആറ്റിങ്ങൽ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്ന BSPയുടെ സ്ഥാനാർത്ഥിയാണ്. ജനപിന്തുണ നമുക്ക് ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ എപ്പോഴും ഈ താഴേക്കിടയിലുള്ള ആൾക്കാരുടെ ഇടയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ജനങ്ങൾ താഴെയാണോ മുകളിൽ നല്ല ഭരണം,
നല്ല ഭരണവും നല്ല ഭരണാധികാരികളെയും ആണ് ജനം ആഗ്രഹിക്കുന്നത്. കാരണം നമ്മുടെ ഈ കേരള സംസ്ഥാനത്ത് ജനിച്ചു വളർന്ന ഞങ്ങൾക്ക് പല അവകാശങ്ങളും ഈ കേരള മണ്ണിൽ നിന്ന് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കൂലിപ്പണിക്കാരൻ 1000 രൂപയ്ക്ക് ജോലി ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ 1000 രൂപയിൽ 500 രൂപ ചിലവാക്കിയിട്ട് 500 രൂപ അവന് മിച്ചം പിടിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ ജീവിത സാഹചര്യം എത്തിയാൽ മാത്രമേ ഞങ്ങൾക്ക് ഗ്രാമപ്രദേശത്തുള്ളവർക്കും മൈനോറിറ്റി ആയിട്ട് വരുന്ന പാവപ്പെട്ടവരുടെ വീട്ടിലെ ജീവിതങ്ങൾ നല്ലതുപോലെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അവശ്യ വസ്തുക്കൾക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വിലക്കയറ്റമാണ്. കൂലിപ്പണി ഇവിടെ ഇല്ല. കാരണം അന്യസംസ്ഥാന തൊഴിലാളികളെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്കിവിടെ തൊഴിൽ കൊടുക്കുകയും ചെയ്യുമ്പോൾ കേരളത്തിൽ ജനിച്ചു വളർന്ന ഞങ്ങളുടെ പണി ചെയ്യുന്ന ഇവിടുത്തെ കൂലിപ്പണിക്കാർക്ക് മാസത്തിൽ 30 ദിവസം ജോലി ചെയ്യുന്നതിന് പകരം 10 ദിവസമേ ജോലി കിട്ടുന്നുള്ളൂ. ഇവിടുത്തെ വലിയ വലിയ കോൺട്രാക്ടർമാർ ചെയ്യണത് എന്താണ്? കൂലി കുറച്ച് അവരെ ജോലിക്ക് കിട്ടുന്നത് കൊണ്ട് ഞങ്ങളുടെ നാട്ടിലുള്ള കൂലിപ്പണിക്കാർക്ക് വേലയില്ല. മാസത്തിൽ 30 ദിവസം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പുരുഷന്മാർക്ക് കിട്ടുന്ന കൂലി വേല വെറും 10 ദിവസം. ഈ 10 ദിവസത്തെ വേലയുടെ കൂലി വെച്ചിട്ട് അവരെങ്ങനെ കുടുംബം പോറ്റും? എങ്ങനെ അവർ മക്കളെ പഠിപ്പിക്കും? എങ്ങനെ അവർ 3-4 അംഗങ്ങൾ ജീവിക്കും? അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇവിടുത്തെ ഈ കേരള മണ്ണിൽ ജനിച്ചു വളർന്ന ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. രണ്ടാമത്തെ കാര്യം, അന്യസംസ്ഥാനത്തുള്ള പല പ്രൈവറ്റ് ബാങ്കുകൾ ഇവിടെ വന്ന് 20,000 രൂപ മൈക്രോ ഫിനാൻസ് വഴി ലോൺ കൊടുത്തിട്ട് 40,000 രൂപ വെച്ച് ഞങ്ങൾ ഒരു മാനദണ്ഡവും ഇല്ലാതെ ഞങ്ങളെ ഊറ്റിപ്പിഴിഞ്ഞെടുക്കുന്നു. പക്ഷേ ഇതിനെതിരെ നമ്മുടെ ഭരണാധികാരികൾ ആരും തന്നെ ശബ്ദിക്കാറില്ല. ഒരു മാനദണ്ഡവും ഇല്ല. ഗ്രാമപ്രദേശത്തുള്ള പാവപ്പെട്ട വീടുകളിൽ പോയി ഭീഷണിപ്പെടുത്തി മൈക്രോ ഫിനാൻസ് എന്ന് പറഞ്ഞിട്ട് അവർ കൂലി വേല ചെയ്ത് കൊണ്ടുവരുന്ന പൈസ ഊറ്റിപ്പിഴിഞ്ഞെടുക്കുകയാണ്. നമുക്ക് വേണ്ടി ചോദിക്കാനോ പറയാൻ ആരും ഈ കേരള മണ്ണിൽ നമുക്ക് ചോദിക്കാനായിട്ട് ആരും ഇല്ല. ഞങ്ങൾക്കൊരു ഭരണാധികാരി ഇല്ല എന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയപ്പോൾ ഞാൻ ഈ പാർട്ടിയുടെ പ്രവർത്തനങ്ങളുമായി ഇറങ്ങിയപ്പോൾ എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം, മറ്റൊരു പ്രസ്ഥാനം നമുക്ക് വേണം എന്ന് എല്ലാ ഇവിടെ വോട്ടർമാരും ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ സമ്മതിദാന അവകാശം വോട്ടുകളായി വാങ്ങിയെടുത്തിട്ട് നമുക്ക് വേണ്ടി എന്തുകൊണ്ട് ഈ ഭരണാധികാരികൾ നിശബ്ദരായി ഇരിക്കുന്നു? ഇങ്ങനെയുള്ള അനീതിക്കെതിരെ ഈ നിശബ്ദത ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നത്? എന്തിനും ഏതിനും പാവപ്പെട്ടവൻ്റെ കീശ കൊള്ളയടിക്കുന്നു. നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങൾ മാറ്റുന്നതിന് പോലും സർക്കാർ നമ്മളെ കയ്യിൽ നിന്ന് പൈസ അങ്ങോട്ട് മേടിച്ചിട്ടാണ് മാലിന്യങ്ങൾ മാറ്റിത്തരുന്നത്. നന്നായിട്ട് ഇടപെടും. ഒരു സ്ത്രീ എന്ന നിലയിൽ ഇപ്പോൾ ഈ ഇവിടെ ഭരിക്കുന്നവരുടെ ഒരു സ്ത്രീ എന്ന നിലയിൽ പീഡനമാണ്. അവർക്ക് അവരുടെ സാമ്പത്തിക പരാധീനതകൾ എങ്ങനെ ഉണ്ടാകുന്നു? മാസത്തിൽ 30 ദിവസം ജോലിക്ക് പോയാൽ കയ്യിൽ 10 പൈസ ഇല്ല. എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, പക്ഷേ എല്ലാം 0 ബാലൻസ് അക്കൗണ്ടാണ്. എന്തുകൊണ്ട്? നമ്മൾ ജോലി ചെയ്യുന്ന ചിലവാക്കുന്നു. ഞങ്ങൾ 2 ദിവസം ഞങ്ങൾ ജോലിയില്ലാതെ വീട്ടുകൾ ഒരു അസുഖം വന്നാൽ ഞങ്ങൾക്ക് കടമാക്കേണ്ട അവസ്ഥ. ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമ്മൾ ചികിത്സയ്ക്ക് പോയിട്ട് വരണമെങ്കിൽ കുറഞ്ഞത് 1500 രൂപ നമ്മുടെ കയ്യിൽ വേണം. കാരണം ഒരു OP ടിക്കറ്റ് എടുക്കാൻ പോലും 5 രൂപ ചാർജ് ഈടാക്കുകയാണ്. ഒരു ഡോക്ടറെ അടുത്ത് നമ്മൾ ചികിത്സയ്ക്ക് പോയി കഴിഞ്ഞാൽ ഡോക്ടർ എഴുതുന്ന മെഡിസിന് അവർക്ക് കമ്മീഷൻ, ഡോക്ടർ എഴുതുന്ന ലാബ് ടെസ്റ്റുകൾക്കും അവർക്ക് കമ്മീഷൻ. നമ്മൾ ഒരു ലാബ് ടെസ്റ്റിന് നമ്മളെ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് 1000-2000 രൂപയാണ് അവിടെ ചിലവ്. ഹോസ്പിറ്റലിൽ തരുന്ന മരുന്നുകൾ, അവിടെ ജീവൻ രക്ഷാ മരുന്നുകൾ എല്ലാം ഉണ്ട് എന്ന് പറയുന്നെങ്കിലും ഒരു സിഡ്രസിനോ ഒരു പാരസെറ്റമോളോ അല്ലാതെ എല്ലാ ഇന്ത്യ മാർക്കറ്റ് പുറത്ത് പോയി മേടിക്കാൻ നമ്മളെവിടെയാണ്. അത്യാവശ്യമുള്ള മരുന്നുകളൊന്നും ഹോസ്പിറ്റലുകളിൽ ലഭ്യമല്ല. 1500 രൂപ ഇല്ലാതെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന ഒരു പ്രതീതിയാണ് ഇന്നത്തെ സർക്കാർ ഹോസ്പിറ്റലിൽ ഒരു പാവപ്പെട്ടവർ പോയിട്ട് വരുന്നത്. ഞങ്ങളുടെ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ക്വാളിറ്റി, എല്ലാ റേഷൻ കടകൾ വഴി നമുക്ക് ഭക്ഷ്യസാധനങ്ങൾ തരുന്നുണ്ട് സർക്കാർ. നമ്മുടെ സർക്കാർ തരുന്ന റേഷൻ കടയിലെ അരി 6 വെള്ളത്തിൽ കഴുകി വണ്ടിനെ കളഞ്ഞാലേ നമുക്ക് വേവിച്ച് തിന്നാൻ പറ്റുള്ളൂ. ഇന്ന് 5 വീടുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു വീട്ടിലെ രോഗി ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരിക്കും. ഞങ്ങളുടെ ആരോഗ്യം, ഞങ്ങളുടെ ജീവിതം, ഞങ്ങളെ വഞ്ചന ഭരണം, പീഡന ഭരണം, കൊള്ളയടി ഭരണമാണ്. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വോട്ടും വാങ്ങി പോയിട്ടുള്ളവരാരും ഈ അവശ്യ വസ്തുക്കൾക്ക് വില കയറി കിടക്കുന്നതിനെ പറ്റിയോ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതായിട്ട് ഞങ്ങൾ ഒരിടത്തും കണ്ടിട്ടില്ല.